ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെ നേതൃത്വത്തിൽ കുട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും സഹകരണത്തോടെ ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പിയായത്തിന്റെ 51ാം ജന്മദിനത്തിൽ ജലതരംഗം 2ാം ഘട്ടം മഴമിത്രത്തിൽ ഉദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. കുട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും സഹകരണത്തോടെ ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പിയായത്തിന്റെ 51ാം ജന്മദിന ആഘോഷം സംഘടിപ്പിച്ചു. ഒപ്പം ജലതരംഗം 2ാം ഘട്ടം മഴമിത്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് 318B സോൺ ചെയർമാൻ ജോൺ കുതിരവട്ടം ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടനാട് നേച്ചർ സൊസൈറ്റി പ്രസിഡന്റ് ജയൻ ജോസഫ് പുന്നപ്ര അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ പദ്ധതി വിശദീകരണം നടത്തി. മഴമിത്രത്തിൽ നടന്നതിനുള്ള വൃക്ഷത്തൈ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് ആൻഡപ്പൻ അമ്പിയായത്തിന്റെ മകൻ ഏബലിന് കൈമാറി. തിരുപ്പനയനാർകാവ് ഭഗവതി ക്ഷേത്രം മുഖ്യ കാര്യദർശി നീലകണ്ഠരര് ആനന്ദ് പട്ടമന മുഖ്യപ്രഭാഷണം നടത്തി. ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള, ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ വൈസ് പ്രസിഡന്റ് മോഡി കന്നേൽ, അഡ്മിനിസ്ട്രേറ്റർ ബിനോയ് കളത്തൂർ, മെമ്പർഷിപ്പ് കോർഡിനേറ്റർ കെ ജയചന്ദ്രൻ, ജലതരംഗം പ്രൊജക്ട് ചീഫ് കോർഡിനേറ്റർ വിൽസൺ ജോസഫ് കടുമത്തിൽ, കുട്ടനാട് നേച്ചർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ജേക്കബ് സെബാസ്റ്റ്യൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് വിനോദ് വർഗീസ്, തിരുപ്പനയനാർ ഭഗവതി ക്ഷേത്രം സമിതി ജനറൽ സെക്രട്ടറി അജികുമാർ കലവറശ്ശേരിൽ, ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു. ആ ഹ്രസ്വ ജീവിത കാലഘട്ടം എത്രമാത്രം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നമ്മളൊക്കെ സ്മരിക്കേണ്ടതാണ്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾക്കൊക്കെ ഒരു മനുഷ്യനായി ജീവിക്കുവാൻ ലഭിച്ച അവസരം, അതിനുശേഷം അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ എന്താണ് നമ്മൾ മറ്റുള്ളവർക്ക് ഓർമ്മിക്കാൻ കൊടുക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ബഹുമാനായ ശ്രീ ആൻഡപ്പൻ, എനിക്ക് തോന്നുന്നു ഞാനും ഒരു 51കാരനാണ്, അദ്ദേഹവും ഇപ്പോൾ 51 വയസ്സായി. ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മാതൃകകൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്, കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. നമ്മൾക്കെല്ലാം അഭിമാനപൂർവ്വമാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ സ്മരിക്കുന്നത്. എത്ര പേർക്ക് അങ്ങനെ അങ്ങനെ ഒരു ചലനം സൃഷ്ടിക്കുവാൻ കഴിയും? അത്രയും ആൽമരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഈ പരിസ്ഥിതിക്ക് ഒരു സന്ദേശം നൽകണമെന്ന ഒരു വലിയ ലക്ഷ്യത്തോടുള്ള ഓട്ടത്തിനിടയിലാണ് അവിചാരിതമായി ഉണ്ടായ ഒരു അപകടത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വിയോഗ സമയത്തും CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.